ഒരു വൈറസിന് ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്താൻ കഴിയുമോ? കേൾക്കുമ്പോൾ സിനിമ പോലെയാണെന്ന് തോന്നാം, പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ലോകത്തെ നടുക്കിയ വൈറസുകളിൽ ഒന്നാണ് എബോള വൈറസ്. ഉയർന്ന മരണനിരക്കുള്ള എബോള വൈറസുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പോലും ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ലോകാരോഗ്യ രംഗത്ത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന വാർത്തയാണ് എബോള വൈറസിന്റെ പുതിയ വകഭേദം. കോങ്കോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ രോഗവ്യാപനം കൂടിയതോടെ ലോകാരോഗ്യ സംഘടന പബ്ലിക് ഹെൽത്ത് എമർജൻസി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ഇന്ത്യയുടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. 1976 ആദ്യമായിട്ട് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ദി കോങ്കോയിലെ ഒരു ചെറിയ ഗ്രാമത്തിനടുത്ത് ഈ എബോള വൈറസ് കണ്ടെത്തുന്നത്. ആ ഗ്രാമത്തിന് സമീപം ഒഴുകിയിരുന്ന എബോള റിവറിന്റെ പേരാണ് പിന്നീട് ഈ വൈറസിനും ലഭിച്ചത്. ആ സമയത്ത് ആളുകൾക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല, ഇതൊരു സാധാരണ പനിയായിരിക്കാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഇനിയിപ്പോൾ മറ്റേതെങ്കിലും അപകടകരമായിട്ടുള്ള രോഗമാണോ എന്നൊരു ചോദ്യചിഹ്നവും അവിടെ വന്നു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സ്ഥിതി മാറി. ഉയർന്ന പനി, ശരീരവേദന, ക്ഷീണം, പിന്നീട് ശരീരത്തിനുള്ളിലും പുറത്തുമായി രക്തസ്രാവം വരെ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തി. ആ കാലത്ത് ശരിയായ സുരക്ഷാ സംവിധാനങ്ങളോ മെഡിക്കൽ അവബോധമോ കുറവായതുകൊണ്ട് തന്നെ വൈറസ് വളരെ വേഗത്തിൽ പടർന്നു. അതിനു പിന്നാലെ സുഡാനിലും സമാനമായ രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. പിന്നീട് വർഷങ്ങളോളം ഇടയ്ക്കിടെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള റിപ്പോർട്ട് ചെയ്തുവെങ്കിലും ലോകത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത് 2014 ഔട്ട് ബ്രേക്ക് ആയിരുന്നു. ഗിനിയയിൽ തുടങ്ങിയ രോഗബാധ ലൈബീരിയയിലേക്കും സിയറ ലിയോണിലേക്കും പടർന്നു. ആയിരക്കണക്കിന് ആളുകൾ രോഗം ബാധിച്ചു. ആരോഗ്യ പ്രവർത്തകരടക്കം നിരവധി പേർ അന്ന് മരിച്ചു. എബോള ഒരു ഗുരുതരമായ വൈറസ് രോഗമാണ്. ഇത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് വളരെ വേഗത്തിൽ പകരാൻ സാധ്യതയുള്ള ഒരു രോഗം കൂടിയാണ്. രോഗബാധിതരുടെ രക്തം, ശരീരദ്രവങ്ങൾ, വിയർപ്പ്, ഛർദി അല്ലെങ്കിൽ രോഗബാധിത വസ്തുക്കൾ എന്നിവ വഴി വൈറസ് പകരാം. വൈറസ് ശരീരത്തെ ആക്രമിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അതീവ രക്തസ്രാവം വരെ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ എബോളയെ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള വൈറസുകളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന വൈറസ് ബുണ്ടിബുജിയോ എന്ന എബോള വകഭേദമാണ്. ഈ വകഭേദം ആദ്യമായിട്ട് 2007 യുഗാണ്ടയിലെ ബുണ്ടിബുജിയോ എന്ന സ്ഥലത്താണ് കണ്ടെത്തിയത്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ വൈറസ് കോങ്കോയിൽ വ്യാപകമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം മെയ് 21 വരെയുള്ള കണക്കുകൾ അനുസരിച്ച് കോങ്കോയിൽ 746 കൂടുതൽ സംശയാസ്പദമായ കേസുകളും 176 കൂടുതൽ മരണങ്ങളുമുണ്ട്. കൂടാതെ യുഗാണ്ടയിലും സ്ഥിരീകരിച്ച കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ രോഗവ്യാപനം അതിർത്തി രാജ്യങ്ങളിലേക്കും പടരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് WHO പറയുന്നത്. ഇപ്പോഴത്തെ ആശങ്ക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയ ബുണ്ടിബുജിയോ വകഭേദത്തിന് ഇപ്പോൾ വരെ അംഗീകൃത വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രോഗവ്യാപനം തടയുക മാത്രമാണ് ഇപ്പോഴത്തെ പ്രധാന മാർഗം. ഇന്ത്യയിൽ ഇതുവരെ ഈ വൈറസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ മുൻകരുതലായി വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അന്താരാഷ്ട്ര യാത്രക്കാരെ നിരീക്ഷിക്കുന്ന സംവിധാനവും സജീവമാക്കി. പേടിക്കേണ്ട സാഹചര്യമല്ല, പക്ഷേ ജാഗ്രത അത്യാവശ്യമാണ്. രോഗബാധിത രാജ്യങ്ങളിലേക്കുള്ള അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുക, ആരോഗ്യ നിർദ്ദേശങ്ങൾ പാലിക്കുക, പനി പോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മറച്ചു വെക്കാതെ പരിശോധന നടത്തുക. കോവിഡ് നമ്മളെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈറസിനെയും ചെറുതായിട്ട് കാണാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ജാഗ്രത അത്യാവശ്യമാണ്.